ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വഴുതനങ്ങ കബാബ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. അത് നമ്മൾ വഴുതനങ്ങ സാധാരണ സ്ലൈസ് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ളത്. ഇത് നമ്മളിങ്ങനെ കബാബ് സ്റ്റിക്കിൽ കുത്തിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഫില്ലിങ്ങും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഇതാണ്, ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കബാബ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് വഴുതന എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ ഞെട്ടുഭാഗം അതുപോലെ തന്നെ വാൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് വെള്ളയാണ് കേട്ടോ, നീളമുള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നീളമുള്ളത് പർപ്പിൾ കളർ ആണെങ്കിൽ അതാണ് കുറച്ചും കൂടെ ഭംഗി. ഇനി കുറച്ച് കബാബ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ കബാബ് സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിൽ വെച്ചിട്ടും ചെയ്യാം. ഈർക്കിലാണെങ്കിൽ നിങ്ങളൊരു 2-3 ഈർക്കിലൊക്കെ ഒന്നിൽ തന്നെ കുത്തി വെക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ ഈർക്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ഈർക്കിലിൻ്റെ ഒരു അറ്റം ഷാർപ്പ് ചെയ്തെടുത്താൽ മതി കത്തി വെച്ചിട്ട്. ഇതുപോലെ നമുക്ക് ഓരോ വഴുതനയും ഈ കബാബ് സ്റ്റിക്കിൽ നന്നായിട്ട് തന്നെ കുത്തിയിട്ട് കോർത്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ, ഷാർപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കയറും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ പർപ്പിൾ കളറാണെങ്കിൽ അതാണ് കൂടുതൽ ഭംഗി കേട്ടോ. അതെനിക്ക് കുറച്ച് വണ്ണുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കത്തി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. നമ്മൾ ആ സ്റ്റിക്കിൽ കത്തി തട്ടുന്ന വരെ ആഴത്തിൽ നമ്മളിതൊന്ന് വരഞ്ഞ് എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കത്തിയൊന്ന് വെച്ചിട്ട് നമ്മൾ വഴുതന വെച്ചിട്ടൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ആയി കിട്ടും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഗ്യാപ്പ് വേണം. അതിനാണ് നമ്മൾ കുറച്ച് ആഴത്തിൽ തന്നെ ഇത് കട്ട് ചെയ്യണം എന്ന് പറയേണ്ടത്. അപ്പം നല്ല സ്റ്റിക്കൊന്ന് വേറിട്ട് പോവരുത്. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ വഴുതന കട്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുക. ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്ത് നോക്കുക. കുട്ടികളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. സ്റ്റിക്കിലൊക്കെ കുത്തി കഴിക്കുമ്പോൾ തന്നെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതുപോലെ എല്ലാം നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. ഇതുപോലെ വരഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് എടുക്കണമെങ്കിൽ അതിനൊരു കറ പോലെ കാണാറുണ്ട്, വഴുതനക്ക് കളർ ചേഞ്ച് വരലുണ്ടല്ലോ. അപ്പോൾ അതുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലും കൂടെ കാണിക്കാം. അത് കുറച്ച് വണ്ണമുള്ളതാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഈ കളർ തന്നെ നമുക്ക് കുറച്ച് നീളമുള്ള കിട്ടണമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നീളമുള്ള ഇല്ല കേട്ടോ, കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിലും കൂടെ ഒന്ന് കാണിക്കാം. ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കബാബ് സ്റ്റിക്കിലൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് വരഞ്ഞെടുക്കുക. ഇത് കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ കുറച്ച് ആഴത്തിൽ തന്നെ വരഞ്ഞെടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഇതാവുള്ളൂ. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു ഇതിൽ പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര വഴുതന ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള അളവിലാണ് നിങ്ങൾ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിൽ മസാലകൾ ചേർക്കണമെങ്കിൽ അതും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് മഞ്ഞൾ മുളകൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എനിക്കിങ്ങനെ മസാല ഇല്ലാത്തതാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഇറച്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിൻസ്ഡ് മീറ്റൊക്കെ ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ഫില്ലിംഗ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ ഇതിൽ ഫില്ലിങ്ങിൽ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ വഴുതനയിൽ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇറച്ചിയൊക്കെ വെക്കട്ടോ, നിങ്ങൾക്ക് ഫില്ലിങ്ങായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എന്ത് മാറ്റങ്ങളും വരുത്താം. ഞാനിപ്പോൾ അത് ഇറച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെജിറ്റേറിയൻസിന് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും എന്നുള്ളതിലാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫില്ലിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് നിറച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ല ഇതിൽ തന്നെ നിറച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
നമ്മൾ കുറച്ച് മാത്രം നിറക്കുകയാണെങ്കിൽ ഉൾഭാഗത്ത് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ലോണം നിറച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉൾഭാഗത്ത് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഈ മസാലയും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 നിറച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വെള്ള വഴുതനയിലും ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് തിക്കല്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും ഉള്ളിൽ കയറൂല കേട്ടോ, കുറച്ച് മാത്രമേ കയറുള്ളൂ, മറ്റേതിൻ്റെ അത്രയും കയറി കിട്ടൂല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിലും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മസാല തേച്ച് കൊടുക്കണം. അപ്പോൾ മസാല ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് മുളകോ മഞ്ഞളോ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് സാമ്പാർ പൊടി തേച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് സാമ്പാർ പൊടിയിലാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ നമുക്ക് ഈ വഴുതൻ്റെ മേലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല എടുത്തിട്ട് ഇതിൽ മേലെ തേച്ച് കൊടുക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് മസാല തേച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാനൊരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഓയിൽ വേസ്റ്റ് ആയി പോകും കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി വെന്തതാണല്ലോ, പിന്നെ വഴുതനൊക്കെ ഒന്നും അധികം വേവില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്നാവുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റിക്ക് പിടിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അധികം സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനീ കാണിച്ച് ഇതേ ഇതിൽ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, മെത്തേഡ് ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ മസാലകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇത് നമുക്ക് ഓരോ ഭാഗം റെഡിയാവുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വഴുതനയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ നല്ല തീയൊക്കെ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അല്ല ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയല്ല, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എപ്പോഴും നമ്മൾ വഴുതനയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണല്ലോ ഫ്രൈ ചെയ്യാറുള്ളത്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സ്റ്റിക്കിലൊക്കെ കുത്തിയിട്ട് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.